లేదా ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവരെ പോലെ പണിയെടുക്കുന്ന കുറേ ആൾക്കാർ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. നമ്മളിന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നൊരു പൈസയും ഇവർക്കൊക്കെ അവസാനം എന്താ കിട്ടുന്നതെന്നുള്ളൊരു ഐഡിയ നമുക്ക് മനസ്സിലായി. അതിൽ ഞാൻ ഒരിക്കലും കുറ്റം പറയുകയല്ല. ബിസിനസ്സാണ്, ഒബ്വിയസ്ലി അവർക്ക് വേറെയും ചിലവുകൾ നോക്കണം, ഇവരുടെ ശമ്പളമാണ്. പക്ഷെ അതുപോലും പ്രോപ്പറായിട്ടല്ല ഇവിടെ ഒരു കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കുന്ന മുതലാളിമാരിൽ ആരെങ്കിലും ആണ് നിങ്ങളെങ്കിൽ, അത് കോൺട്രാക്ട് ബേസോ അങ്ങനെ ഏത് രീതിയിലുള്ള മുതലാളിമാരെ നിങ്ങളാണെങ്കിലും ഒരൊറ്റ കാര്യമേ ഞാൻ നിങ്ങളടുത്ത് പറയുന്നുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഇങ്ങനെയുള്ള ആൾക്കാർക്കൊരു വിഷയം വന്നു കഴിഞ്ഞാൽ അവരാദ്യം വിളിക്കുന്നത് പടച്ചോനെയാണ്. പടച്ചോനെ നേരിട്ട് ഇറങ്ങിയൊന്നും സഹായിക്കാൻ പറ്റത്തില്ല. പടച്ചോൻ നിങ്ങളെയാണ് ഇങ്ങനെപ്പോലുള്ളവരെ സഹായിക്കാൻ നിയോഗിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ളവരുടെ ശമ്പളം നിങ്ങൾ കുറയ്ക്കുകയോ അല്ലെങ്കിൽ അതിനകത്തിട്ട് പിടിച്ച് റോൾ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിൽക്കരുത്. അർഹിക്കുന്നവന് അർഹിക്കുന്ന ശമ്പളം കൃത്യമായിട്ട് സമയത്ത് കൊടുത്ത് മാത്രം നിങ്ങൾ ബിസിനസ് നടത്തുക. അതിൻ്റെ ബർക്കത്ത് നിങ്ങൾക്കും ഉണ്ടാവും. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളായിക്കോട്ടെ ഇവരായിക്കോട്ടെ ഈ പറയുന്ന എല്ലാവരും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരേ കുഴിയിലോട്ട് വെള്ളപ്പൊത്തപ്പും പൊതിച്ച് പോകാനുള്ളവരാണ്. സോ മാക്സിമം ഇങ്ങനെയുള്ളവരെ വയറ്റത്തടിച്ച് നിങ്ങൾ റോളിങ് ചെയ്യാനായിട്ട് നിൽക്കരുത്. അവർക്ക് അർഹിക്കുന്ന ശമ്പളം അർഹിക്കുന്ന സമയത്ത് കൊടുക്കുക. ഓക്കെ.